കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന വാർഷിക ഉപതിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചിരിക്കുകയാണ്. വയനാടും ചേലക്കരയും നവംബർ 13-നും പാലക്കാട് കഴിഞ്ഞ ദിവസവുമാണ് ഉപതിരഞ്ഞെടുപ്പുകൾ നടന്നത്. എന്നാൽ ഉപതിരഞ്ഞെടുപ്പുകളെല്ലാം അവസാനിക്കുമ്പോൾ BJPയും CPM-ഉം ആശങ്കയിലാണ്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ഇത്തവണ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് 2021-ൽ 73.71% പോളിംഗ് ഇത്തവണ 70.51% കുറഞ്ഞു. 3%-ലധികമാണ് ഇവിടെ വ്യത്യാസം. അതേസമയം വയനാട് ഉപതിരഞ്ഞെടുപ്പിൽ 64.72% പോളിംഗ് രേഖപ്പെടുത്തിയത്. 2009-ൽ മണ്ഡലം രൂപീകരിച്ച ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണിത്. ആദ്യ തിരഞ്ഞെടുപ്പിൽ 74.14%, 2014-ൽ 73.25%, 2019-ൽ 80.33%, 2024 ഏപ്രിലിൽ 73.57 എന്നിങ്ങനെയായിരുന്നു പോളിംഗ്. ഇത്തവണ 9319 വോട്ടർമാർ കൂടുതലുണ്ടായിരുന്നിട്ടും ഏപ്രിലിൽ നടന്ന തിരഞ്ഞെടുപ്പിനേക്കാൾ 8.85% പോളിംഗ് കുറഞ്ഞത്. കൂടാതെ ചേലക്കരയിൽ 64.71% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇത് BJPയെയും CPM-നെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്നാൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നത് മറ്റൊന്നാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ നേട്ടം കോൺഗ്രസിന് തന്നെയാണ്. പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും UDF നേടിയത് റെക്കോർഡ് വിജയമായിരുന്നു. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ UDF-നെ ബാധിക്കുമെന്ന മാധ്യമ വിശാരദന്മാരുടെ തലക്കേറ്റാടിയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത്. 2021-ൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി 9044 വോട്ടിന് ജയിക്കുമ്പോൾ പോളിംഗ് ശതമാനം 77.36 ആയിരുന്നു. 2023-ൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം 72.1 കുറഞ്ഞു. എന്നിട്ടും ചാണ്ടി ഉമ്മൻ ജയിച്ചത് 37,719 വോട്ടിനാണ്. ഉമ്മൻചാണ്ടി ജയിച്ചതിന്റെ 4 ഇരട്ടി വോട്ടിനായിരുന്നു ചാണ്ടി ഉമ്മന്റെ വമ്പൻ വിജയം. തൃക്കാക്കരയിൽ 2021-ൽ PT തോമസ് 14,329 വോട്ടിന് ജയിക്കുമ്പോൾ പോളിംഗ് ശതമാനം 70.36 ആയിരുന്നു. 2022-ൽ തൃക്കാക്കരയിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 68.75 കുറഞ്ഞു. എന്നിട്ടും ഉമാ തോമസ് ജയിച്ചത് 25,016 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. അതിനാൽ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ നേട്ടം കോൺഗ്രസിന് തന്നെയാണെന്ന് നിസ്സംശയം പറയാം. എന്തായാലും അവസാന നിമിഷം വരെ വിവാദങ്ങൾ പെയ്തിറങ്ങിയ പാലക്കാട്ടെ വിധിയെഴുത്തും കഴിഞ്ഞതോടെ ഉപതിരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളുടെ ഫലത്തിൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. സിറ്റിംഗ് സീറ്റായ വയനാടും പാലക്കാടും നിലനിർത്തുന്നതിനോടൊപ്പം CPM-ന്റെ ചേലക്കര കൂടി പിടിച്ചടക്കാനുള്ള UDF-ന്റെ കാടിളക്കിയുള്ള പോരാട്ടം എത്രമാത്രം വിജയം കണ്ടു. 3 പതിറ്റാണ്ടായി ചെങ്കൊടിയെ ചേർത്ത് പിടിക്കുന്ന ചേലക്കര കൈവിടാതെ നോക്കാനും പാലക്കാടും വെണ്ണിക്കോരി പാടിക്കാനും LDF നടത്തിയ പ്രചാരണങ്ങൾ ഫലം കണ്ടു. BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ തൃശൂർ മോഡൽ വിജയമെന്ന NDAയുടെ മോഹം പൂവണിയുമോ എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ശനിയാഴ്ച വരുന്ന ഫലത്തിലൂടെ പുറത്തു വരുന്നത്.